100 വർഷം ഇന്ത്യയിൽ ഏറ്റവും ഇടപെടൽ ശേഷി കാണിച്ച സംഘടന RSS തന്നെയാണ് എന്ന് ഞാൻ പറയും. അതിൽ 70 വർഷം അവർക്ക് നിർജീവമായിരിക്കേണ്ടി വന്നു. മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം 70 വർഷം നിർജീവമായിരിക്കേണ്ടി വന്നെങ്കിലും ബാക്കി അപ്പുറത്തും ഇപ്പുറത്തുമായി കിട്ടിയ 30 വർഷം കൊണ്ടുള്ള അവരുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് സമൂലമായി അവർക്ക് പലതരത്തിലുള്ള ഇടപെടൽ ശേഷി നൽകുന്നതായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അവരെ അടയാളപ്പെടുത്താൻ കഴിയുന്നതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതൊരു വലിയ ശൃംഖലയുടെ ഒരു കേന്ദ്രമാണ് RSS എന്നുള്ളതാണ്. ഏതാണ്ട് 50ഓളം സംഘടനകളാണ് RSSന് താഴേക്ക് പ്രവർത്തിക്കുന്നത്, വിവിധ ഭാഗങ്ങളായി പ്രവർത്തിക്കുന്നത്. ഇതെല്ലാം ഒരൊറ്റ ആശയം, അതായത് തീവ്ര ഹിന്ദുത്വ ആശയം, അതായത് അതിൻ്റെ രാഷ്ട്രീയ ആയുധം എന്ന നിലയ്ക്ക് തന്നെ ഹിന്ദുത്വയെ പ്രയോജനപ്പെടുത്താൻ, മതത്തെ പ്രയോജനപ്പെടുത്താൻ പദ്ധതിയിട്ടിട്ടുള്ള സംഘടന എന്ന നിലയ്ക്ക് തന്നെയാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഇത് തുടങ്ങുമ്പോൾ എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അത് അന്ന് മുസോളിനിയെ മുൻചെ കാണാൻ പോയി എന്നതിൽ ആരംഭിക്കുന്നുണ്ടല്ലോ. അതിനു മുമ്പ് തന്നെ ഈ ആശയ പരിസരമുണ്ടെങ്കിലും ഇതിനൊരു സംഘടനാ രൂപം എവിടെ വേണം, എങ്ങനെ വേണം, അതൊരു ഫാസിസ്റ്റ് സ്വഭാവത്തിൽ ഒരു നാസി അടിത്തറ, അതിൽ എങ്ങനെ കെട്ടിപ്പടുക്കാൻ കഴിയും, തീവ്രദേശ സ്നേഹത്തിൽ, ഈ മിത്തുകളിലും വിശ്വാസത്തിലും ഊന്നിയ തീവ്രദേശ സ്നേഹത്തിൽ എങ്ങനെ ഇതിനെ കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നുള്ള ആലോചനയുടെ ബാക്കിയായി ഉടലെടുത്ത സംഘടനയാണ് ഈ സംഘടന. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ആദ്യഘട്ടത്തിൽ പക്ഷേ അതായത് എനിക്ക് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം പറയാം. ഈ എൻ്റെ സഹപ്രവർത്തകനൊക്കെ ആയിട്ടുള്ള ഒരു RSS പ്രവർത്തകനും BJP പ്രവർത്തകനും ഒക്കെ ആയുള്ള ഒരു സുഹൃത്ത് ഈ 100ാം വാർഷികത്തിൽ അദ്ദേഹത്തിൻ്റെ സംഘടനയെക്കുറിച്ച് ആലോചിച്ച് എഴുതിയത് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ കൗതുകകരമായി കണ്ടെത്തിയ ഒരു കാര്യം, അതിൻ്റെ വരികൾക്കിടയിൽ അദ്ദേഹം സമ്മതിക്കുകയാണ്, ഞങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിന് കാരണം ഡോക്ടർ ഹെഡ്ഗേവാർ പറഞ്ഞിരിക്കുന്നത് തീരുമാനം എന്തായിരുന്നു, ഈ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പേര് വേണമല്ലോ ഇവിടെ, അതായത് രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിയുകയല്ല, രാജ്യത്തിന് വേണ്ടി ജീവിക്കുകയാണ് ശരിയെന്ന്. അതായത് ഈ സവർക്കറുടെ മാപ്പെഴുത്ത് മുതൽ അതായത് പൂർണ്ണമായും അത് ഉള്ളിൽ കിടപ്പുണ്ട്, അവിടെ നിന്നുകൊണ്ട് എഴുതിയതാണെന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ ഒരു കൗതുകത്തോടെയാണ് ഈ ദിവസം ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ആദ്യഘട്ടത്തിൽ ഇത് രൂപീകൃതമായതിനു ശേഷം ഹെഡ്ഗേവാർ ഇത് രൂപീകരിക്കുന്നു. ഹെഡ്ഗേവാർ കോൺഗ്രസിൽ സജീവമായിരുന്ന ആളാണ്, ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ആ പാരമ്പര്യം അദ്ദേഹത്തിന് പിന്നീട് 1925 ശേഷം അവകാശപ്പെടാനില്ല. കാരണം RSSൻ്റെ രൂപീകരണത്തോടെ അദ്ദേഹം പൂർണ്ണമായി അതിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സവർക്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. മാപ്പെഴുതി കൊടുത്തിട്ടായാലും സ്വാതന്ത്ര്യ സമര കാലത്ത് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് ജയിലിന് പുറത്തു വരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതയായി നിലനിൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹവും 1925 ശേഷം ആ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടു. അപ്പോൾ സംഘടന എന്ന നിലയിൽ ഇപ്പോൾ നേതാക്കൾ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവിടെ നിന്ന് അടർന്നു മാറി വന്നതിന് ശേഷം ഒരു സംഘടന എന്ന നിലയിൽ 25 മുതൽ 47 വരെ സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന കാലത്ത് ഒരു പണിയും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി എടുത്തിട്ടില്ല ഈ സംഘടന എന്നത് സത്യമാണ്.